എങ്ങനെ വേണം ഈ ഭഗവാൻ ഉപാസിക്കാൻ വേണ്ടിയിട്ട്? പ്രധാനമായിട്ട് കായേന വാച മനഃ, ദേഹം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകളെ കൊണ്ട്. ഇപ്പോൾ ദേഹത്തെ കൊണ്ട്, അതാണ് ഈ പ്രദക്ഷിണ നമസ്കാരാദികൾ, പരോപകാരം, ഇതൊക്കെ അതിൽ പെട്ടു. വാക്കുകളെ കൊണ്ടാണെങ്കിലോ നാമസങ്കീർത്തനാദികൾ, നല്ലത് കുറേ പറയുക. ഇനി മനസ്സുകൊണ്ടാണെങ്കിൽ ധ്യാനസങ്കല്പാദികൾ. ഇങ്ങനെ നിരന്തരം ആ ഭഗവാനെ തന്നെ വിചാരിക്കുന്ന സമയത്ത് ഉള്ളിലുള്ള സർവത്ര വാസനകളും ആ രൂപത്തിൽ അങ്ങോട്ട് ലയിക്കുന്ന, അപ്പോൾ രൂപത്തെ ഉള്ളിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു മന്ത്ര ഉപാസനയ്ക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ അകത്തുള്ള സർവ്വതരത്തിലുള്ള വാസനകളും, അതിൽ വാസന വെച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള ഓർമ്മയാണ്, അത് മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടായിത്തീരും. അത് മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടായി തീർന്നു കഴിഞ്ഞാൽ ക്രമത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ രൂപവും ഉള്ളിൽ കാണാണ്ടായിത്തീരും, ശൂന്യവും. അതന്നെയാണ് ആനന്ദം, അതന്നെയാണ് സമാധി, അതന്നെയാണ് ഈ മോക്ഷം എന്നൊക്കെ പറയണതായിട്ടുള്ള ആ ഒരു അവസ്ഥ.